അപ്പൊ നമ്മുടെ ഇഷ ബേബി വന്നത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ബിൻഷ സത്യത്തില് പ്രസവം വരെ വന്നത് സത്യത്തില്. കാരണം ഒരുപാട് കോംപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ കുഞ്ഞിനുണ്ടായിരുന്നു. അവൾ കുറെ ഹോസ്പിറ്റലിലൊക്കെ കയറി നടന്നിട്ട് ലാസ്റ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കയറി പ്രസവിക്കേണ്ട അവസ്ഥയാണ് ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സ്റ്റോറി തുടങ്ങുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇവര് ഗൾഫിൽ നിന്ന് വന്നിട്ട് ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ നാട്ടിൽ വന്നത്. അങ്ങനെ നാട്ടിൽ വന്നിട്ടാണെങ്കിൽ ഇവർ ലൈഫ് ലൈൻ ആണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ലൈഫ് ലൈൻ അവർക്ക് അത്ര ഓക്കെ ആയിട്ട് തോന്നിയിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ അതിനുശേഷം നമ്മൾ ചിത്രയിലോട്ട് മാറ്റിയായിരുന്നു. ഒരു 5-ാം മാസമൊക്കെ ആയപ്പോഴത്തേന് ചിത്രയിലോട്ട് മാറ്റിയായിരുന്നത്. അങ്ങനെ ആനന്ദ് ഡോക്ടറിനെ കാണിച്ച് ഡോക്ടറിന്റെ അടുത്ത് നമ്മൾ വെയിറ്റും കാര്യങ്ങളും ഒക്കെ ഡോക്ടർ ചെക്ക് ചെയ്തപ്പോഴത്തേന് കുഞ്ഞിന് വെയിറ്റ് എത്ര ഇല്ലായിരുന്നു. അപ്പത്തേന് കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യമേ കഴിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും നമുക്ക് കുഞ്ഞിന് വെയിറ്റ് ഒന്നും വെക്കുന്നില്ലായിരുന്നു. 5-ാം മാസം സ്കാനിങ് അനോമലി സ്കാനിങ് കഴിഞ്ഞപ്പോഴത്തേന് കുഞ്ഞ് 293 ഗ്രാമേ ഉണ്ടായുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് അപ്പോൾ കുഞ്ഞിന് വെയിറ്റ് കുറവാന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് 6-ാം മാസം ആയപ്പോഴും കുഞ്ഞിന് വെയിറ്റ് ആയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പ്രോട്ടീൻ പൗഡർ കണ്ടിന്യൂ ചെയ്ത് ഒരു 26 ആഴ്ചയൊക്കെ 28 ആഴ്ച ആയപ്പോഴത്തേന് കുഞ്ഞിന് വളർച്ചക്കുറവുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ പ്രോട്ടീൻ പൗഡറും എൻലാർജിന്റെ പൗഡർ പിന്നെ നമ്മൾ ജസ്ലിൻ ഡോക്ടറിനായിരുന്നു കാണിക്കുന്നത്. ഡോക്ടറിനെ കാണിക്കുന്നതിന് തൊട്ട് കുഞ്ഞിന് കുറച്ച് വളർച്ചക്കുറവുണ്ടെന്ന് പറഞ്ഞു തുടങ്ങി. പിന്നെ നമ്മൾ പ്രോട്ടീൻ പൗഡറും എൻലാർജിന്റെ പൗഡറും അങ്ങനെ ഓരോ പൊടികളൊക്കെ കഴിക്കാൻ തുടങ്ങി. ഫസ്റ്റ് സ്കാനിങ്ങിലും ഒന്നും കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. അത് നമ്മൾ ലൈഫ് ലൈനിലാണ് എടുത്തത്. സെക്കൻഡ് സ്കാനിങ് വന്ന് അനോമലി എടുത്തത് മുതലാണ് ചിത്രയിൽ കാണിക്കാൻ തുടങ്ങിയത്. പിന്നെ ചിത്രയിൽ പിന്നെ വെയിറ്റ് ഒക്കെ നോക്കുമ്പം വെയിറ്റ് ഒക്കെ കൂടി വരുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഒരു മാസത്തോളം ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസം അഡ്മിറ്റ് ആക്കി. പിന്നെ ഇന്ന് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാരണം എന്നും പോയി വരുമായിരുന്നു. ഒന്നിടവിട്ട് കുഞ്ഞിൻ്റെ വെയിറ്റും സ്കാനിങ്ങും എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എടുത്ത് കുഞ്ഞ് 32 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴും 1 കിലോ ഒക്കെ ആയതേ ഉള്ളൂ. പിന്നെ അവിടെ തന്നെ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ കുഞ്ഞിന് വെയിറ്റ് കൂടുന്നതായിട്ട് ആണ് സ്കാനിങ്ങിൽ പറഞ്ഞത്. പക്ഷെ വെയിറ്റ് കൂടുന്നില്ലായിരുന്നു. പ്ലാസന്റയ്ക്ക് കാൽസിഫിക്കേഷൻ ഉണ്ടെന്നും നമ്മുടെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ 5 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അന്നേരം ആദ്യമേ 10 ഉണ്ടായിരുന്നു. പിന്നെ അത് കുറഞ്ഞ് നമ്മൾ കരിക്കും വെള്ളമൊക്കെ ഇഷ്ടംപോലെ കുടിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പോലും സമയത്ത് ഇഷ്ടം പോലെ കരിക്കുമ്പോഴാണ് നമ്മൾ മേടിച്ചു കൊടുത്തത്. കാരണം അത്ര ഫ്ലൂയിഡ് ഭയങ്കര ലോ ആയിരുന്നു. ഭയങ്കര ലോ എന്ന് വെച്ചാൽ ഭയങ്കര ലോ ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങള് നല്ല പോലെ വിഷമിച്ച ഒരു സമയമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും വീട്ടിലാണെങ്കിലും എല്ലാം ഭയങ്കര നമ്മൾ ആ ഒരു സമയം എന്ന് പറയുമ്പോൾ മൊത്തം ഹോസ്പിറ്റലിലായിരുന്നു. അതായത് നമ്മൾ ചിത്രയിലായിരുന്നു. ആ 1 മാസത്തോളം നമ്മൾ ആ ഒരു ടൈമില് ചിത്ര ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. എന്നിട്ട് നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം